മറ്റേ പള്ളിയില് ബാക്കി കഥ പറ. പള്ളിയില് കഥയെ പള്ളി സ്റ്റോപ്പിൽ പോയില്ലേ ചേച്ചിയെ കാണാൻ? പിങ്ക് ആയിട്ടുള്ളത് അതാണ്. ഡാഡി കറക്റ്റ് സമയമാണല്ലോ. കറക്റ്റ് സമയം. നിനക്ക് ട്യൂഷനുള്ളതല്ലേ, നേരത്തെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞൂടെ? ഇന്ന് ട്യൂഷൻ ഇല്ല, ക്യാൻസൽ ചെയ്ത്. ട്യൂഷൻ ക്യാൻസൽ ചെയ്തെങ്കിൽ ബുക്ക് എടുത്ത് വീട്ടിൽ പോയി പഠിക്കണം. നേരത്തെ അങ്ങ് വായി നോക്കി എന്തിനാ നടക്കുന്നത്? വീട്ടിൽ പോകണ്ട. നടക്ക് നടക്ക് ഓ വീട്ടില് എന്തൊരു കോലോലിയത്. അല്ല ഇവന് കുറെ കൂട്ടുകാരുണ്ട് ഇതേപോലെ താടിയും മുടിയൊക്കെ വളർത്തും. കുറേയാണ് ഇവ ഭയങ്കര കറക്കമാണ് കേട്ടോ. ഇവരെ ശ്രദ്ധിക്കണം. ശരിയല്ലോ, ഞാനും കണ്ടിട്ടുണ്ട് ഇവന്റെ കൂടെ 2-3 കമ്പ പൈലയാണ്. അളിയ മുറ്റത്തിനാണ് ഇതിന്റെ പുറകെ നടക്കുന്നത്. എന്റെ അളിയ ഇത് നേരത്തെ പറഞ്ഞവനെ മനസ്സിലാക്കി, മുത്തനെ പറഞ്ഞ മനസ്സിലാക്കി. ഇപ്പൊ വല്ല ഏടാകുളത്തിലേക്ക് ചെന്ന് പെട്ടാറുണ്ടല്ലോ. അളിയ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ അനിശ്ചിതനായ നേതാവാണ്. അതറിയാമോ അളിയ? നമ്മുടെ പാർട്ടിക്ക് നാണക്കേടാവൂ വല്ല ഏടാകുളത്തിലേക്ക് ചെന്ന് പെടണം അല്ലേ? കണ്ട അതിന്റെ സ്വഭാവം മാറിയത് കണ്ട. വിളിച്ചിട്ട് പറഞ്ഞണ്ട വിളിച്ചിട്ട് എവിടെ പോയി നീ? നിനക്ക് വിളിച്ചെടുത്ത് വന്നാലോ കുഴപ്പം? എത്ര പ്രാവശ്യം വിളിക്കണം? അതിപ്പോ ജിത്തു ചേട്ടൻ സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ അങ്ങോട്ട് പോകുന്നത്? ജിത്തു ചേട്ടൻ എന്താണ് ഇത്ര പറയാൻ? ഇത്ര എന്ത് സിനിമ കഥ പറഞ്ഞു? 2 ദിവസം ആയില്ലേ കണ്ടിട്ട്. പിന്നെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അവിടെ പോയ കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പൊ എന്ത് വേണം? അവന്റെ കൂട്ടുകാരന്മാരെ നിനക്കറിയാമോ? പിന്നെ മാധവനൊക്കെയാണ്. അറിയാം. കൊറേ വാളി പൈലകൾ എല്ലാവരെയും ഒക്കെ അറിയാമോ? ഈ ഡാഡി ഇതെന്തോന്ന് പറഞ്ഞാൽ അവരൊക്കെ പാവം ചേട്ടന്മാരാണ്. അമ്മ എന്നെ എപ്പ കണ്ടാലും ഐസ്ക്രീമും മുട്ടായും ഒക്കെ മേടിച്ചു തരും. ഐസ്ക്രീം ഒക്കെ നീ കഴിച്ചാ? എന്റെ ദൈവമേ, അതിലൊക്കെ വല്ല കലക്കിയൊക്കെ കൊടുത്താ പിന്നെ ഒന്നും അറിയൂല. ഈ ഡാഡി ഇത് ഏത് കാലം ജീവിതം? പിന്നെ കടയിൽ നിന്ന് പാക്കറ്റിൽ നിന്ന് പറഞ്ഞ ഐസ്ക്രീമിലല്ലേ കലക്കി തരുന്നത്? എന്റെ പൊന്നു മോളെ, ഇതൊക്കെ ഒരു വലിയ ശൃംഖലയാണ്. ഈ കടക്കാരും ഇവന്മാരും ഒക്കെ ഭയങ്കര ടൈപ്പാണ്. എനിക്ക് ആ ചേട്ടന്മാരെ നല്ലതായിട്ട് അറിയാം. അമ്മയ്ക്ക് അറിയാലോ ജിത്തു തന്നെ. എന്നാലും നീ എന്തിനാ ഐസ്ക്രീം എങ്ങനെയുണ്ട്? ഇത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ. എനിക്ക് ആകെ ഇരുന്നിരുന്ന് കിട്ടിയ ചേട്ടനാണ്. പറയാം മുത്തേ, അവൻ അവിടെ നിന്ന് പ്രശ്നമായോണ്ടാണ് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മര്യാദക്കാരനാണെങ്കിൽ അവിടെ തന്നെ നിന്നനെ. ഇവിടെ വന്നേക്കണ മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കുന്ന പറഞ്ഞത് ശരിയാണ്. ഈ പെണ്ണ് തൊലഞ്ഞ് ചുമ്മാ ജിത്തു ചേട്ടനെ കുറിച്ച് ദേഷ്യം വരും കേട്ടോ. അവക്കിപ്പോ അത് ഒന്നും ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ തന്റെ നല്ലത് വേണ്ട. നിങ്ങളെ പോലെയാണോ ചേട്ടൻ? മുത്തേ, നാളെ മുതൽ സ്കൂളിൽ ഡാഡി കൊണ്ടാക്കും, തിരിച്ചു വിളിച്ചോണ്ടിരിക്കും ചെയ്യും. അതിനിടയ്ക്ക് നിനക്ക് ഐസ്ക്രീമോ ചോക്ലേറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു തരും. ഇനി ഫ്രണ്ട്സിന്റെ കുറവാണെന്നുണ്ടെങ്കിൽ ഡാഡിയുടെ ഫ്രണ്ട്സ് ഉണ്ട്. അൻസാർ, നടരാജൻ, പുരുഷു വേണമെങ്കിൽ ഞാൻ അപ്പുക്കുട്ട സാറിനെ കൊണ്ടുവരാം. ഡാഡി വരുന്ന പോലെയാണോ ജിത്തു ചേട്ടൻ വരുന്നത്? എന്ത്? അല്ല, കനകങ്ങൾ കയറി വന്നപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ പൊന്നങ്കിള് ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ച് ഞങ്ങളെ ഡൗട്ട് അടിക്കുന്നു. ഇവിടെ എന്റെ അനിയത്തിയാണ്. എന്റെ അനിയത്തി എന്ന് പറയുമ്പോ എന്റെ ഫ്രണ്ട്സിന് ഇവിടെ അനിയത്തിയാണ്. ഡീ, നീ അങ്ങോട്ട് പോയത്? അത് അമ്മ വിളിച്ചോണ്ടിരുന്നു. ഞാൻ സാധനം എടുക്കാൻ പോയതല്ലേ? യെസ്, നീ പറഞ്ഞപ്പോഴല്ലേ. എനിക്കോ? നിനക്ക് എന്നെ പിന്നെ ആർക്കടി? കണ്ടോ എന്റെ ചേട്ടൻ ഈ മേടിച്ചോണ്ട് വന്നോ? എന്റെ ചേട്ടനല്ല, ചേച്ചി എടുത്ത് താങ്ക്സ് പറയാറേ. ഒരു കാര്യം ചെയ്യാം, സംഭവം കാണിച്ചു തരാം. സെറ്റ് ചെയ്ത് അതിന് കാണിച്ചു തരും. ഇങ്ങോട്ട് വാ.